ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാൻ ഇന്ന് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഡിവൈൻ എന്താണ് നിങ്ങളുടെ ലൈഫ് കൊണ്ട് എന്താണ് ഒരു ഉദ്ദേശം ഡിവൈൻ്റെ, ഓക്കെ, അതായത് ഡിവൈൻ പർപ്പസ് നിങ്ങൾക്ക് എന്താണ് എന്നും പറയാം. ഡിവൈൻ നിങ്ങളെ കൊണ്ട് എന്താണ് ചെയ്യിപ്പിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. നിങ്ങളെക്കുറിച്ച് ഒരു റീഡിങ് അത്രയേ ഉള്ളൂ, അങ്ങനെ എടുത്താൽ മതി. നിങ്ങളെക്കുറിച്ചൊരു റീഡിംഗ് ആയിട്ട് പറയാം. യൂണിവേഴ്സ് നിങ്ങളുടെ ത്രൂ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ലെസൺസ് കിട്ടുന്നത്, എല്ലാം നിങ്ങളെക്കുറിച്ച് ഒരു റീഡിംഗ് ആയിട്ട് നമുക്ക് നോക്കാം. മേ ബി ഇനിയിപ്പോൾ എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് യൂണിവേഴ്സ് എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ പ്ലാൻ ഉണ്ടോ, എന്താണ് നിങ്ങളുടെ ലൈഫ് കൊണ്ട് ഒരു പർപ്പസ് യൂണിവേഴ്സ് എവിടേക്കാണ് എത്തിക്കണം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ജസ്റ്റിസ് ഉണ്ട്. വാ, ഓക്കെ, വെരി നൈസ്. 9 of Swords, High Priestess, Empress, Hierophant, Hangman, 3 of Pentacles, Tower card, Lovers another, and Knight of Swords. Okay. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഒരു നേച്ചർ വെച്ച് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരോടും ന്യായമായ രീതിയിൽ പെരുമാറാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു നമ്മൾ പറയില്ലേ, കെയർഫുൾ ആണ് നമ്മൾ. മറ്റുള്ളവരോട് നമ്മൾ പെരുമാറുമ്പോൾ നമ്മളെ ഭാഗത്തു നിന്ന് തെറ്റൊന്നും വരരുത്, അല്ലെങ്കിൽ നമ്മളൊരു മിസ്റ്റേക്ക് ഒന്നും നമ്മുടെ ഭാഗത്തു നിന്ന് വരരുത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ. ഓക്കെ, അതുപോലെ എല്ലാവരോടും ന്യായമായത് നടക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ട് എപ്പോഴും. നിങ്ങൾ ന്യായമായി പെരുമാറുന്നു മാത്രമല്ല, മറ്റുള്ളവരോടും അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ പെരുമാറുന്നത് എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കാണുമ്പോഴും നിങ്ങൾക്ക് വേറെ ആരെങ്കിലും അന്യായമായി എന്തെങ്കിലുമൊക്കെ കണ്ടാലൊന്നും നിങ്ങൾക്ക് സഹിക്കില്ല. ഓക്കെ, നിങ്ങൾക്കത് ഇഷ്ടമല്ല. നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് ലൈഫിൽ യൂണിവേഴ്സിൽ എല്ലാവരുടെയും ഒരു ബാലൻസ് വേണം, എല്ലാ കാര്യത്തിലും ഒരു ബാലൻസ് വേണം. മറ്റുള്ളവരോടും നിങ്ങൾ ചെയ്യുന്നതായാലും മറ്റുള്ളവർ ചെയ്യുന്നതായാലും എപ്പോഴും എല്ലാത്തിലും നിങ്ങൾ തിരിച്ചും തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും അതാണ്. നിങ്ങളോടും എല്ലാവരും നിങ്ങൾ എങ്ങനെ അങ്ങോട്ടാണോ അതേപോലെ നിങ്ങളോടും ചെയ്യണം എന്ന രീതിക്ക് നിങ്ങളുടെ മനസ്സിലൊരു പക്ഷേ എക്സ്പെക്റ്റേഷനും ഉണ്ട്. ഓക്കെ, ബട്ട് പലപ്പോഴും നിങ്ങൾക്കത് നടക്കാറില്ല. ഓക്കെ, പലപ്പോഴും പക്ഷെ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ചെയ്യുന്ന അതേപോലെ മറ്റുള്ളവർ നിങ്ങളുടെ അടുത്ത് ചെയ്യില്ല. അവിടെ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ടെൻഷനും കാര്യങ്ങളും സ്ട്രെസ്സും വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാവരും പെരുമാറില്ല. ഓക്കെ, അതങ്ങനെ തന്നെയാണ്. നിങ്ങളെങ്ങനെയാണോ അതുപോലെ ആവണം മറ്റുള്ളവരെ എന്നില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ഒരുപാട് സ്ട്രെസ്സും അങ്ങനെ വരാറുണ്ട്. അതുമാത്രമല്ല, ഇവിടെ ഇതൊരു സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ കാര്യമായിട്ട് വേണമെങ്കിൽ പറയാം. ഓക്കെ, നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം നല്ലോണം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് മറ്റുള്ളവരിപ്പോൾ ആരെങ്കിലും കളവ് പറഞ്ഞു, എന്തെങ്കിലും നുണ പറഞ്ഞു, അല്ലെങ്കിൽ കാരണം ഇവിടെ ചീറ്റിംഗ് കാർഡൊക്കെ ഉണ്ടായിരുന്നു. സോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടേക്കോ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ നിങ്ങൾക്ക് ഉറപ്പുണ്ടാവില്ല എന്നിട്ട് അത് ശരിക്കും നിങ്ങളുടെ തോന്നലാണോ അതോ ശരിക്കും നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നാലും നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. കാരണം നിങ്ങളുടെ ഒരു ഡിവൈൻ ഒരു കഴിവാണത്. ഓക്കെ, യൂണിവേഴ്സ് തന്നിട്ടുള്ള ഒരു കഴിവാണ്. നിങ്ങളുടെ ആ ഇൻറ്റ്യൂഷൻ പവർ നിങ്ങളുടെ ഒരു കഴിവാണ്. ഓക്കെ, നിങ്ങൾക്ക് നല്ല ഒരു സ്പിരിച്വൽ നോളജ് ഉണ്ടാവും. ഓക്കെ, ഒരുപാട് നിങ്ങൾ അതുപോലെ ഈ ന്യായമായിട്ട് നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുക എന്ന് പറയുമ്പോണ്ടല്ലോ, ശരിക്കും നമ്മൾ ഒരു യൂണിവേഴ്സൽ പവറിൽ ബിലീഫ്, അതിപ്പോൾ ഒരു ദൈവത്തിലാവണമെന്നില്ല, ലൈക്ക് എല്ലാ ദൈവങ്ങളും ഒരു യൂണിവേഴ്സിൽ എവിടെയോ ഒരു പവർ ഉണ്ട് എന്ന് നിങ്ങളുടെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എപ്പോഴും ഒരു പേടി ഉണ്ടാവും നമ്മളെ മനസ്സിൽ. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരോട് ന്യായമായത് ചെയ്യണം, നമ്മൾ ന്യായമായത് അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ്, ബിക്കോസ് നമുക്കറിയാം നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തു പോയാൽ ഈ കർമ്മ എന്നൊരു സംഭവം ഉണ്ട് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പം അങ്ങനെ നിങ്ങൾ ഐ തിങ്ക് വളരെ അങ്ങനത്തെ ഒരു വ്യക്തിയായിരിക്കും. നിങ്ങൾ ചെയ്യില്ല തെറ്റ് എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, തെറ്റുകൾ മിസ്റ്റേക്സ് എല്ലാവർക്കും വരും. പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു എങ്ങാനും എന്തെങ്കിലും ചെയ്തു പോയാൽ തന്നെ അത് നിങ്ങൾ ഒരുപാട് വറി ചെയ്യും. എനിക്ക് അയ്യോ എൻ്റെ ഭാഗത്ത് ഇങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. അത്രയും അങ്ങനെ ശരിക്കും ചിന്തിക്കുന്നത് തന്നെ നമ്മളൊരു പ്യുവർ സോൾസ് ആവുന്നതുകൊണ്ടാണ്. ഓക്കെ, ആ പ്യുവർ സോൾ ആവുന്നതുകൊണ്ടാണ്. അങ്ങനെ മനസ്സിലല്ലാത്തവർക്ക് നമുക്ക് അങ്ങനെ കുറ്റബോധം വരില്ല അല്ലേ. ഐ തിങ്ക് അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ. ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ള കഴിവുകളാണ് ഇതൊക്കെ. ഓക്കെ, നിങ്ങളെ തന്നിട്ടുള്ള ഒരു നല്ല ക്വാളിറ്റീസ് ആണ് ഇതൊക്കെ. നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് പവർ. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് പവർ നിങ്ങൾക്ക് വളരെയധികം ഉണ്ടാവും. നല്ല സ്ട്രോങ് ഇൻറ്റ്യൂട്ടീവ് പവർ ഉണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും നല്ലോണം.
എംപ്രസ് ഉണ്ട് ഇവിടെ. നിങ്ങൾ മറ്റുള്ളവരെ ഒരുപാട് കെയർ ചെയ്യും. ഓക്കെ, ആ ഒരു കെയറിങ് നേച്ചറാണ് നിങ്ങൾക്ക്. എല്ലാവരെയും കെയർ ചെയ്യുക, എല്ലാവരെയും ലൈക്ക് ഒരു പാരന്റ് എന്ന രീതിക്ക് മാത്രമല്ല, ഒരു ലീഡറായിട്ടായാലും. പക്ഷേ ലീഡർ ആകുമ്പോഴും നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഭരിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരല്ല. ഓക്കെ, എന്ന് വെച്ചാൽ പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ആ കെയർ കൊടുക്കണം, എല്ലാവരെയും കെയർ ചെയ്ത് നിർത്തണം, നല്ല രീതിയിൽ മുന്നോട്ട് എല്ലാവരും ഉയരണം എന്ന് നിങ്ങളുടെ ഒരു ചിന്തയുണ്ടാവും. എൻ്റെ ഇവിടെ ഹൈറഫൻറ്റും ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു സ്പിരിച്വൽ നോളജിൻ്റെ കാര്യം എനിക്ക് ഒരുപാട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഹൈറഫൻറ്റ്, ഹൈ പ്രീസ്റ്റസ് ഒക്കെ കാണുമ്പോൾ എവിടെയോ നിങ്ങൾക്ക് ഒരുപാട് സ്പിരിച്വൽ നോളജ് ഉള്ള ആൾക്കാരായിരിക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് എവിടെ നിന്ന് വന്നു ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയില്ല. ഓക്കെ, അത് നിങ്ങളുടെ ഓരോ ലൈഫിൽ നമ്മൾ ചെയ്തു വരുന്ന നല്ല കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് നമ്മളുടെ ഉള്ളിൽ ആ സ്പിരിച്വൽ നോളജും സ്പിരിച്വൽ ആ ഒരു ഇതൊക്കെ വരുന്നത്. നമ്മളുടെ ആ ഒരു ഒരുപാട് ജന്മങ്ങളിൽ നമ്മൾ ചെയ്തു വന്ന നല്ല കാര്യത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് യൂണിവേഴ്സ് നമുക്ക് തരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കാൻ സാധിക്കും. ഓക്കെ, പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ നോളജ് ഉണ്ട്. പക്ഷെ നിങ്ങൾ തിരിച്ചറിയുന്നേ ഉണ്ടാവുള്ളൂ. മേ ബി നിങ്ങളിപ്പോൾ നിങ്ങളുടെ പവർ റിയലൈസ് ചെയ്യുന്നേ ഉണ്ടാവുള്ളൂ. ആയിട്ടില്ല, എനിക്ക് തോന്നുന്നില്ല, ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങളുടെ കഴിവിൽ പെടും ഇതൊക്കെ. എല്ലാം നിങ്ങളുടെ കഴിവിൽ പെടുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഒരു ശരിക്കും ഒരു വളരെ നാച്ചുറലായിട്ട് നിങ്ങൾക്ക് കുറച്ച് പവേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ ഒരു മറ്റുള്ളവർക്ക് വേണ്ടി കൂടി നിങ്ങൾക്ക് നല്ലത് ചെയ്യാൻ സാധിക്കും. അവനവന് വേണ്ടിയും ചെയ്യാൻ സാധിക്കും, മറ്റുള്ളവർക്ക് വേണ്ടിയും ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക്. ഓക്കെ, ആൻഡ് ഇവിടെ ഹൈറഫൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ നല്ലൊരു ടീച്ചറായിരിക്കാം, ഗൈഡായിരിക്കാം. ഓക്കെ, ചിലവർക്ക് ടീച്ചർ ജോലി ആയിരിക്കാം, ചിലവർ ഈ സ്പിരിച്വൽ ലൈനിലായിരിക്കാം ഓൾറെഡി. ചിലവർ നിങ്ങൾ സ്പിരിച്വൽ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. സ്പിരിച്വൽ മാത്രമല്ല, ആരെങ്കിലും എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അങ്ങനെയുള്ള ഒരു ആൾക്കാർ അട്രാക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും നിങ്ങളുടെ അടുത്തേക്ക് അവർ പ്രോബ്ലംസ് പറയാൻ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അപ്പോൾ അതെവിടെയോ അതാ ഞാൻ പറഞ്ഞത്, യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ചില കഴിവുകളാണ് ഇതൊക്കെ. കാരണം നിങ്ങൾ അവരെ കെയർ ചെയ്ത് സംസാരിക്കും, അവരോട് വളരെ അവർ ഹെൽപ്പ് ചെയ്യും, അവരെ മുന്നോട്ട് പോരാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചില കഴിവുകളാണ്. ഓക്കെ, ഹാങ്മാൻ, 3 of Pentacles. ഓക്കെ, ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ സ്റ്റക്കായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് മുന്നോട്ട് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നിങ്ങൾ എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്നാണ് പറയുന്നത്. അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്പിരിച്വലിൻ്റെ കാര്യങ്ങളാവാം, ബിസിനസ് കാര്യമാവാം. കാരണം ഇവിടെ എംപ്രസ് ഉള്ളതുകൊണ്ട് മേ ബി നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ചില ബിസിനസ്സായിട്ടോ ഈവൻ വീട്ടിലിരുന്ന് ചെയ്യുന്ന എന്ത് ചെറിയ കാര്യമായാലും ശരി കേട്ടോ. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ലൈക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള കഴിവുണ്ടാവും. അതിൽ പക്ഷേ ആരെങ്കിലുമൊക്കെ കൂടെ വേണം. ഓക്കെ, മേ ബി നിങ്ങൾക്ക് സപ്പോർട്ട് ആവശ്യം ഉണ്ടാവാം. അല്ലെങ്കിൽ കുറച്ച് പേര് ഒന്നിച്ച് നിങ്ങൾ കൊളാബറേറ്റ് ചെയ്ത്, ഇപ്പോൾ 2-3 ഫ്രണ്ട്സ് അല്ലെങ്കിൽ 2-3 ലേഡീസ് അല്ലെങ്കിൽ 2-3 ജെൻസ്, അങ്ങനെ നിങ്ങൾ ഒന്നിച്ച് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാം എന്ന് തീരുമാനിച്ച് നിങ്ങൾ ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അതിപ്പോൾ സ്പിരിച്വൽ വഴിക്കാവാം, ജസ്റ്റ് ചാരിറ്റി വർക്കിൻ്റെ കാര്യങ്ങളാവാം, അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, ജോലിയിലായാലും ഐ തിങ്ക് നിങ്ങൾ മറ്റുള്ളവരെ കൂടി കൊളാബറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഞാൻ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് പറയുന്നത്. നിങ്ങൾക്ക് ഒരു ലീഡറായിട്ട് നിൽക്കാൻ സാധിക്കും. പക്ഷെ എന്നാലോ നിങ്ങൾ അതിൻ്റെ അതൊന്നും കാണിക്കില്ല. മറ്റുള്ളവരെയും കൂട്ടിപ്പിടിച്ച് എല്ലാവരും ഒന്നിച്ച് എന്തെങ്കിലും ചെയ്യുന്ന ഒരു നേച്ചറായിരിക്കും നിങ്ങൾക്ക്. അങ്ങനെ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക്. അങ്ങനത്തെ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ. ഓക്കെ, അപ്പോൾ 3 of Pentacles ഉണ്ട്. സോ ഇതിവിടെ നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. സോ മേ ബി ബിസിനസ്സൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ശ്രമിക്കാം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊക്കെ. നിങ്ങൾക്ക് ഐ തിങ്ക് ഒരു ഗ്രോത്ത് വരാനുള്ള ഓപ്പർച്യൂണിറ്റി ആണ്. ഓക്കെ, ഇവിടെ ടവർ കാർഡ് ഉണ്ട്, ലവേഴ്സ് ടവർ കാർഡ് ആൻഡ് ഇവിടെ 2 of Wands. ഇത് മൂന്നും പറയാം. എനിക്ക് ചോയ്സിൻ്റെ ഒരു കാര്യം ഫീൽ ചെയ്തു നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ ഇപ്പം നിങ്ങൾ ഏത് വഴിക്ക് പോകണം എന്നുള്ള ഒരു ചെറിയ കൺഫ്യൂഷൻ്റെ ഒരു പീരീഡിലാണ് ഇപ്പം നിങ്ങൾ. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇപ്പം എന്തെങ്കിലും മേജർ എന്തെങ്കിലുമൊക്കെ ഈവൻസ് നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളോ വേദനിപ്പിക്കുന്ന കാര്യങ്ങളോ ഒക്കെ നടന്നു കാണാം. ഓക്കെ, ചില എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്ന് കാണാം, ചേഞ്ചസ് വന്ന് കാണാം. ഐ തിങ്ക് ഇന്നലെ അല്ലേ റീച്ച് ചെയ്ത റീഡിങ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൻ്റെ കാര്യം നമ്മൾ എന്തോ പറഞ്ഞു അല്ലേ. സോ അതുപോലെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങളിനി ഐ തിങ്ക് ഇപ്പോഴത്തെ നിങ്ങളുടെ സ്റ്റേജിൽ നിങ്ങളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്, എന്താണ് വേണ്ടത് എന്നുള്ള ഒരു ചൂസിങ്. ഓക്കെ, ആ ഒരു ചോയ്സിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബട്ട് പാസ്റ്റിൽ ചില കാര്യങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട്, ചില വിഷമങ്ങളുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ നടന്നിട്ടില്ല എന്നുള്ള വിഷമങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എന്തൊക്കെയോ നിങ്ങളുടെ മൈൻഡിൽ ഒരുപാട് കാര്യങ്ങൾ ഹിഡൻ ഉണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങളായിരിക്കാം ചിലപ്പോൾ. ഓക്കെ, നിങ്ങളുടെ ഹിഡൻ ആഗ്രഹങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം മൈൻഡിൽ കിടക്കുന്നത്. അതൊക്കെ നിങ്ങളെ ഒന്ന് ലൈക്ക് വിഷമിപ്പിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ 6 of Cups ഉണ്ട്, മിസ്സിങ് എനർജി ഉണ്ട്. ഓക്കെ, ഇവിടെ എനിക്ക് മെയിനായിട്ട് ഇവിടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഒരു സ്റ്റേറ്റ് ഞാൻ പറഞ്ഞു, ഹാങ്മാൻ പറഞ്ഞു ഞാൻ. ഓക്കെ, നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് സ്റ്റക്കായി തോന്നുന്നുണ്ട്. പക്ഷേ ആ സ്റ്റക്കായിട്ട് നിർത്തുമ്പോൾ യൂണിവേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ
നിങ്ങൾക്കൊരു അവസരം തരാണ്, ഒരു ടൈം തരാണ്. നിങ്ങളെ ഇപ്പോൾ തനിച്ചാക്കി സപ്പോസ്, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കായി പോയി നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരുപാട് പേര് മാറി, നിങ്ങൾക്ക് മുൻപ് അറിയുന്ന ആൾക്കാർ നിങ്ങളെ വിട്ടുപോയി, മാറിപ്പോകുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് എവിടെയോ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ആയിട്ട് കൂടിയാണ് എനിക്ക് കാണുന്നത്. ഈ 3 കാർഡ്സും ആക്ച്വലി എവിടെയോ നിങ്ങളുടെ ഒരു ഗ്രോത്തിനെ എനിക്ക് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു നിങ്ങളുടെ ഒരു മാറ്റം, നിങ്ങളുടെ ഉള്ളിൽ ചില ചേഞ്ചസ് വരുന്നുണ്ട്. ആ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ റിയലൈസേഷൻസ് ആണത്. ഇതിപ്പോൾ ശരിക്കും ഇതിങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇയാൾ തലകീഴായിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, ബട്ട് ഇതൊരിക്കലും ഈ കാർഡിനെ നമ്മൾ ടാരോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ എങ്ങനെ ചെയ്യാം, ഞാൻ ഫുൾ നിങ്ങൾക്ക് ടാരോ പഠിക്കാം. എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് ടാരോ പഠിക്കാം. ഓക്കെ, ഇവിടെ ഇയാൾ തൂങ്ങി കിടക്കുകയാണ്. ഓക്കെ, ബട്ട് ഇയാളുടെ ഇങ്ങനെ മുഖം നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് അറിയില്ല. അയാളുടെ മുഖത്തൊട്ടും സ്ട്രെസ് ഇല്ല. ഓക്കെ, ടെൻഷൻ ഇല്ല. അപ്പോൾ അയാൾ സുഖമായിട്ടാണ് അങ്ങനെ കിടക്കുന്നത്. അതായത് നമ്മൾ പറയില്ലേ, ഞാൻ കംഫർട്ടബിൾ, എന്നെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കിടക്കാൻ എനിക്ക് ഓക്കെ ആണ് എന്ന് പറയില്ലേ, ആ രീതിക്കാണ്. അപ്പം അത്രയും അയാൾ ആ ലെവലിൽ കംഫർട്ടബിൾ ആണ്. കംഫർട്ടബിൾ ആയിട്ടെന്ന് മാത്രമല്ല, അയാൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്ന കേട്ടോ, ബ്ലഡ് നമ്മൾ ഈ തലകീഴായിട്ടുള്ള ആസനം ചെയ്യില്ലേ, നമ്മുടെ എന്താണ് ശീർഷാസനമൊക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ പറയുന്ന താഴത്തേക്ക് ബ്രെയിനിലേക്ക് ബ്ലഡ് ഫ്ലോ വരുത്തുക എന്നൊക്കെയാണല്ലോ. സോ അതുപോലെ ഇവിടേക്കാണ് ബ്രെയിനിലേക്ക് ബ്ലഡ് ഫ്ലോ വരുന്നുണ്ട് കുറച്ച്. അപ്പോൾ ബ്രെയിനിൽ കുറച്ചുകൂടി വർക്ക് തുടങ്ങും അല്ലേ. അപ്പോൾ കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കുക, റിയലൈസ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ്. പിന്നെ തലകീഴായിട്ട് കാണുമ്പോൾ നമ്മൾ ലോകത്തിനെ തന്നെ നമ്മളൊരു വേറൊരു പെർസ്പെക്റ്റീവിൽ കാണുമെന്ന് പറയും അല്ലേ. കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ വേറൊരു ആംഗിളിൽ കൂടി ചിന്തിക്കാൻ തുടങ്ങും. അതാണ് നമ്മുടെ കാര്യം. സോ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും അതായത് ഇപ്പം എനിക്കൊന്നും കാര്യങ്ങൾ നീങ്ങുന്നില്ല മുന്നോട്ട്, എൻ്റെ ലൈഫിൽ ഒന്നും നടക്കുന്നില്ല എന്നൊരു ഫേസ് നിങ്ങളുടെ ഇപ്പം നമ്മൾ തലകീഴായിട്ട് ശരിക്കും നിങ്ങളെല്ലാവരും തൂങ്ങി നിൽക്കല്ലോ. അപ്പോൾ ലൈഫിൽ കാര്യങ്ങൾ പക്ഷെ മുന്നോട്ട് പോകുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഇതുകൊണ്ടാണ്. ദാറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു യൂണിവേഴ്സ് ഒരു സമയം തന്നിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ തന്നെ കുറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമാണ്. നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യുക, മറ്റുള്ളവരെയല്ല. ഓക്കെ, നിങ്ങൾ പുറത്തേക്കല്ല നോക്കേണ്ടത്, അവനവൻ്റെ ഉള്ളിലേക്കാണ് നോക്കേണ്ടത്. ഓക്കെ, ആൻഡ് ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നല്ല ക്വാളിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ആ ഒരു നിങ്ങളുടെ നേച്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് ലൈഫിൽ എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത് ഞാൻ. ഓക്കെ, ആൻഡ് ഇവിടെ പക്ഷെ അതിന് വേണ്ടി നിങ്ങളൊരു തീരുമാനം എടുക്കാനുണ്ട്. ലവേഴ്സ് കാർഡാണ്, റിലേഷൻഷിപ്പായിട്ടൊന്നും കണക്ട് ചെയ്യുന്നില്ല ഞാൻ. നമുക്ക് റിലേഷൻഷിപ്പിൻ്റെ ഉണ്ട്, ബട്ട് ഓക്കെ, ഇവിടെ മെയിൻലി എനിക്ക് കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കാനുണ്ട്. ഓക്കെ, വേണമെങ്കിൽ റിലേഷൻഷിപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യണോ, പഠിപ്പിൽ എന്താ പറയുക ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണോ, നിങ്ങളുടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണോ, ഇമോഷണലായിട്ട് ചിന്തിക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. ഓക്കെ, സോ അങ്ങനെ ഒരു ചോയ്സ് എടുക്കേണ്ട ഒരു ടൈമാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ. ഓക്കെ, 2 വഴിയുണ്ട്, നിങ്ങൾക്ക് ഏതാ വേണ്ടത്, ഏത് പാത്താണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് എന്ന് അതിൻ്റെ സമയമാണിപ്പോൾ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് സമയം തന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് വിചാരിക്കാതെ ചേഞ്ചസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് തോന്നും അതൊക്കെ വലിയ, കാരണം നമ്മുടെ യൂസ് ടു അല്ല നമ്മളല്ലേ, നമ്മുടെ ശീലമില്ലാത്ത എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നമുക്ക് ടെൻഷനാണ്, സ്ട്രെസ്സാണ്. അപ്പോൾ അത് അങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷെ ആ സംഭവിക്കുന്നത് അതെവിടെയോ നിങ്ങൾക്ക് നല്ലതിനാണ്. ഓക്കെ, അത് നിങ്ങളെ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചില ചോയ്സസ് നിങ്ങളുടെ ലൈഫിനെ ഇനി ഏത് ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകണം എന്ന് നിങ്ങൾ തീരുമാനിക്കാനുണ്ട്. ഓക്കെ, മറ്റുള്ളവരെ നിങ്ങളെ ബോധർ ചെയ്യാൻ വിടണോ, നിങ്ങൾ അവനവനെ എത്രത്തോളം മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കാനുണ്ട്. ഓക്കെ, മനസ്സിലാക്കാനുണ്ട് ശരിക്കും. ഓക്കെ, ഇതാണ് യൂണിവേഴ്സ് നിങ്ങളെ പക്ഷെ ഇങ്ങനെ പാകപ്പെടുത്തി എടുക്കുമ്പോൾ ഇത് നിങ്ങൾക്കൊരു വേറെ കാര്യം കൂടി എനിക്ക് തോന്നുന്നത്, നൈറ്റ് ഓഫ് സോർട്സ് നമ്മൾ പറയാറുണ്ട്, വളരെ പെട്ടെന്ന് എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്ന രീതിയിലാണ് നമ്മൾ പറയാം ഇവിടെ. പക്ഷെ എനിക്ക് തോന്നുന്നത് യൂണിവേഴ്സ് പറയുന്നത് ഇനി മുന്നോട്ടുള്ള ലൈഫിൽ എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ ചോയ്സ് എടുക്കുമ്പോൾ നല്ലോണം ആലോചിച്ച് തീരുമാനം എടുക്കുക. ഓക്കെ, ആലോചിച്ച് തീരുമാനം എടുത്ത് പ്ലാനിങ്ങോടെ കാര്യങ്ങൾ ചെയ്യാം എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അതാണ് ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരും. ഐ എം ഷുവർ. വേണമെങ്കിൽ നമുക്ക് കുറച്ച് കാർഡ്സ് ഇവിടെ എടുത്തേക്കാം. എന്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നോക്കാം. ഇതിപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ ഒരു പ്രസൻറ്റ് ഒരു ഇതാണ് നമ്മൾ പറഞ്ഞത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്താണ് തന്നിട്ടുള്ളത്, എന്താണ് കൊണ്ടുവരുന്നത് നിങ്ങൾക്കായിട്ട്, നിങ്ങൾ എന്താ ചെയ്യാനുള്ളത്, ഫ്യൂച്ചർ എന്താ നിങ്ങളുടെ. സ്റ്റാർ, 3 of swords, 2 of cups, Queen of Pentacles, Devil card, okay, 6 of cups. ചിലത് നിങ്ങൾ വിട്ട് കളയേണ്ടതുണ്ട്. പാസ്റ്റിൽ ഇത് ജീവിക്കാതിരിക്കുക ഒന്നാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം നിങ്ങൾ പാസ്റ്റിൽ ജീവിക്കരുത്. പാസ്റ്റിലെ ചില കാര്യങ്ങൾ നിങ്ങൾ മിസ് ചെയ്യും ഒരുപാട്. അത് പക്ഷേ നിങ്ങളുടെ ഒരു നെഗറ്റീവ് എനർജി ആയിട്ടാണ് വരുന്നത്. പാസ്റ്റിലെ ചില വേദനകൾ, ചില നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായത്, നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങൾ, അതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ നെഗറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ആ ഹാർട്ട് ബ്രേക്ക് നിന്ന് പുറത്ത് വരാം. യൂണിവേഴ്സ് പറയുന്ന അതാണ്, മുന്നോട്ട് നിങ്ങൾ ഈ ഹാർട്ട് ബ്രേക്ക് നിന്ന് പുറത്ത് വരും. അന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ
നിങ്ങളിവിടെ സ്റ്റാർ എന്നാണ് വന്നിരിക്കുന്നത്. സ്റ്റാർ ആൻഡ് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു ഗ്രോത്ത് ആണ്. ആൻഡ് ഇവിടെ എംപ്രസ് ഓൾറെഡി ഉണ്ടായിരുന്നു. ഇത് കുറേ പേർക്കൊക്കെ എനിക്ക് നിങ്ങളുടെ ഒരു കരിയർ ഗ്രോത്ത് രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. കരിയർ ഇപ്പോൾ വലിയ കരിയർ ആവണമെന്നില്ല. നമ്മളിപ്പോൾ എന്താ പറയുക, ഏതെങ്കിലും കമ്പനിയുടെ CEO ആവലല്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൽ നിങ്ങൾ അതിലൊരു നല്ലൊരു പൊട്ടൻഷ്യലിൽ എത്തുക. അത് മാത്രമല്ല, ഈ കാർഡ് എനിക്ക് പറയുന്നത് ഇവിടെ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടും. നിങ്ങളുടെ ചെയ്യുന്ന കാര്യങ്ങളെ മറ്റുള്ളവർ റെക്കഗ്നൈസ് ചെയ്യും. നിങ്ങളുടെ ടാലൻസിനെ റെക്കഗ്നൈസ് ചെയ്യും. നിങ്ങളുടെ കഴിവുകളെ, പൊട്ടൻഷ്യലിനെ നിങ്ങൾ മറ്റുള്ളവർ റെക്കഗ്നൈസ് ചെയ്യും. നിങ്ങളൊരു സ്റ്റാർ പോലെ ഷൈൻ ചെയ്യുമെന്ന് പറയാം. അതുപോലെ ചിലവർക്ക് കുറേ പേർക്കെങ്കിലും ഇത് വരാനുള്ള സാധ്യതയാണ്. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ യൂട്യൂബ് ചാനൽ വോട്ടെവർ എന്തെങ്കിലുമൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുകയാണ് ഞാൻ. അല്ലെങ്കിൽ നിങ്ങളുടെ എഴുത്ത്, പാട്ട്, എന്തെങ്കിലും ടാലൻസ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം, മറ്റുള്ളവർ നിങ്ങളെ അട്രാക്റ്റ് ആയിട്ട് വരും നിങ്ങളുടെ അടുത്തേക്ക്. അങ്ങനെ ഒരുപാട് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന ഒരു ലെവലിലേക്കാണ്. കാരണം ഇവിടെ എംപ്രസ്സും ഉണ്ട്, ഹൈപ്രീസ് എല്ലാം പറയുന്നത് ഒരേ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. കുറേ പേർക്കെങ്കിലും ആൻഡ് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. സോ നിങ്ങൾക്കൊരു ഏണിംഗ് പൊട്ടൻഷ്യൽ കൂടുതൽ വരും. ക്വീൻ ആവണമെന്നില്ല, കിങ്ങും ആവാം. നിങ്ങൾക്ക് ഏണിംഗ് പൊട്ടൻഷ്യൽ കൂടുതൽ വരുന്നുണ്ട്. അബണ്ടൻസിലേക്ക് നിങ്ങൾ വരും. നിങ്ങൾക്ക് സാധിക്കും ഇത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. നിങ്ങളുടെ ചില നല്ല ക്വാളിറ്റീസ് പക്ഷെ നിങ്ങളുടെ ഡ്രോബാക്ക് ആവരുത്. ആ കാര്യങ്ങൾ യൂസ് ചെയ്ത് നിങ്ങളെ തന്നെ മനസ്സിലാക്കി നിങ്ങളുടെ ലൈഫിനെ മാറ്റിയെടുക്കാനുണ്ട്. നിങ്ങളുടെ ലൈഫിനെ സ്വന്തം ലൈഫിനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. നിങ്ങൾ ബെറ്റർ ആവുക, അവനവൻ ബെറ്റർ ആവുക. ആൻഡ് ഇവിടെ അതിലൊന്നും തെറ്റൊന്നും വിചാരിക്കുക. ഒരിക്കലും നിങ്ങൾ തോന്നരുത് ഞാൻ മറ്റേ കാര്യത്തിനെ മാറ്റി വെച്ച് ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ സെൽഫിഷ് ആയി പോലും. ഒരിക്കലും ഇല്ല. നിങ്ങളുടെ കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുത്തത് കൊണ്ട് ഒരിക്കലും നിങ്ങൾ സെൽഫിഷ് ആവില്ല. കാരണം നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, ഞാൻ ബെറ്റർ ആയിക്കഴിഞ്ഞാൽ എൻ്റെ കൂടെയുള്ളവർ കൂടി ബെറ്റർ ആവും, അല്ലേ? എൻ്റെ കൂടെയുള്ളവർ കൂടിക്ക് അവർക്ക് കൂടി ബെനിഫിറ്റ് കിട്ടും എന്ന് ചിന്തിക്കൂ. ആൻഡ് ഇവിടെ 2 of Cups ഉണ്ട്. ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു ലൈഫ് പാർട്ട്ണർ, നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ട് ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് ഐ തിങ്ക് എന്നാളും കൂടി അത് കണ്ടു, അല്ലേ? 11 നമ്മൾ നോക്കുമ്പോഴും ഐ തിങ്ക് കണ്ടിരുന്നു. നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു പേഴ്സൺ വരാൻ സാധ്യതയാണ്. മേ ബി ഫ്രണ്ട് ആയിരിക്കാം, നല്ലൊരു ഫ്രണ്ട് ആയിരിക്കാം, റിലേറ്റീവ്സ് ആരെങ്കിലും ആയിരിക്കാം, ഫാമിലി ആരെങ്കിലും ആയിരിക്കാം, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാവും. പാർട്ട്ണർഷിപ്സ് പറയാം. നമ്മൾ ബിസിനസ്സിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. സോ പാർട്ട്ണർഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതായിട്ട് നടക്കും. ബട്ട് ഈ ഹാർട്ട് ബ്രേക്ക് എന്ന് നിങ്ങൾ പുറത്ത് വരാം. നിങ്ങളെ മുൻപ് എന്താണോ വിഷമിപ്പിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണോ നിങ്ങളുടെ അടുത്ത് റോങ് ആയിട്ട് നടന്നിട്ടുള്ളത്, അതിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് മനസ്സിനെ ഒന്ന് മാറ്റി പുറത്ത് കൊണ്ടുവരാം. അതിൽ നിന്ന് പുറത്ത് വരുമ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഈ കഴിവുകൾ നിങ്ങളുടെ എന്തൊക്കെയോ യൂസ് വരും. അതാണ് ഞാൻ പറയുന്നത്. ആൻഡ് മേ ബി ആ ഒരു കഴിവ് വെച്ച് മേ ബി നിങ്ങൾക്ക് ഒരു ഏണിംഗ് പൊട്ടൻഷ്യലും വരുമായിരിക്കാം. അങ്ങനെയും ഉണ്ട്. സോ പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കൽ നിർത്തി കുറച്ച് അവനവന് വേണ്ടി ചിന്തിച്ചു തുടങ്ങുക. അതാണ് ഇപ്പോൾ ഞാൻ പറയാൻ വന്നത്. നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക്, അതായത് നിങ്ങൾ അനുഭവിച്ച വേദനകൾ, വിഷമങ്ങൾ, അതിൽ നിന്ന് അതുപോലെ ഗോ ത്രൂ ചെയ്യുന്ന മറ്റുള്ളവരുണ്ടാവും, അല്ലേ? അപ്പോൾ അവരെ കൂടി മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടാം. അങ്ങനെയൊക്കെ ആയിരിക്കാം. നിങ്ങളുടെ ലൈഫ് ഒരു എക്സാമ്പിൾ ആയിട്ട് മറ്റുള്ളവരെ കൂടി ഹെൽപ്പ് ചെയ്യും. അങ്ങനെയല്ലേ? ഫാമിലി, ഫ്ലവേഴ്സ്, നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഞാനത് പറയാൻ പറയാം. യു ആർ ഓൺ ദ റൈറ്റ് പാത്ത്. ഓസം. ചിൽഡ്രൻ. ആൻഡ് സ്റ്റഡീസ്. യെസ് ഓപ്ഷൻസ്. എന്താ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിലുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ ലിമിറ്റ് ചെയ്യേണ്ട അവനവനെ. നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ പഠിച്ചത് ഇന്ന കാര്യമാണ്, ഇന്ന ലൈനിൽ തന്നെ എനിക്ക് ജോലി വേണം, അതായിരിക്കും അതേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾ അവനവനെ ലിമിറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഐഡിയാസ് വരുന്നുണ്ടെങ്കിൽ അതിനെക്കൊണ്ട് എന്ത് ഏൺ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. എത്ര അതിന് ഒരുപാട് റിസൾട്ട് കിട്ടുമോ എന്ന് ചിന്തിക്കരുത്. പക്ഷെ നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. പഠിക്കാൻ കൂടുതൽ പറയുന്നുണ്ട്. സ്റ്റഡീസ്, നമ്മുടെ ഹൈപ്രീസ്റ്റസിൻ്റെ കാർഡും ഹൈറോഫൻ്റെയൊക്കെ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾ പഠിക്കാനുണ്ട്. എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. നോളജ് കൂടുതൽ ഗെയിൻ ചെയ്യാം. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതിപ്പോൾ സ്പിരിച്വൽ ലൈനിലാണോ, വേറെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിലാണോ. ആക്ച്വലി ഇത് കണ്ടോ, ഔളുണ്ട് ഇവിടെ. സോ എവിടേക്കോ വിസ്ഡം, നിങ്ങൾ കൂടുതൽ വിസ്ഡം ഗെയിൻ ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. ആൻഡ് യു ആർ ഓൺ ദ റൈറ്റ് പാത്ത് എന്ന് പറയുന്നുണ്ട് യൂണിവേഴ്സ്. നിങ്ങളിപ്പോൾ എന്താണോ ചെയ്യുന്നത്, എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾ സെൽഫായിട്ട് ഇപ്പോൾ ഇന്നർ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളെ തന്നെ ബെറ്റർ ആക്കുന്നുണ്ട്, സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും അത് കറക്റ്റ് വഴിയിലാണ് എന്നാണ് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യൂ എന്തെങ്കിലും. എൻ്റെ ഇവിടെ
വേറൊരു കാര്യം, നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് ഇവിടെ ഫാമിലി ചിൽഡ്രൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളെ ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫ് പർപ്പസ് ആയിരിക്കും. അതും ഒരു പർപ്പസ് തന്നെയാണ്. ഓക്കെ, അതായത് നമ്മുടെ ഫാമിലി നമ്മൾ നല്ല രീതിയിൽ നോക്കുക, അവരെ കെയർ ചെയ്യുക, അവർ കുട്ടികളെ മക്കളെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ വളർത്തി വലുതാക്കി അവർക്കൊരു നമ്മൾ കൊടുക്കുന്ന ഒരു എന്താ പറയാം, പാഠമല്ല, സോറി, അവരിൽ ഇപ്പം നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യത്തിൽ നിന്ന് നമ്മൾ മക്കളെ അല്ലെങ്കിൽ അവരെയൊക്കെ നമ്മൾ പറഞ്ഞ ഒരു വാല്യൂസ് കൊടുക്കും. നമ്മൾ അവർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് അവർക്ക് ചില വാല്യൂസ് അവർ പഠിക്കും അല്ലേ, അത് അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും അവരുടെ ലൈഫിൽ. സോ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾക്ക് ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും അത് ചെയ്യാൻ കേട്ടോ. ഒരിക്കലും നിങ്ങളെ ഫോഴ്സ് ചെയ്താരും ചെയ്യിപ്പിക്കുന്ന കാര്യമായിരിക്കില്ല, നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും, അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന കാര്യമായിരിക്കാം. ചിൽഡ്രൻ എന്ന് കാണുന്നുണ്ട്. ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഫാമിലി ചിൽഡ്രൻ ആ രീതിക്കാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടീച്ചർ ആവാം, ആർട്ട് പഠിപ്പിക്കുന്ന ആൾക്കാരായിരിക്കാം, മ്യൂസിക് പഠിപ്പിക്കുന്ന ആൾക്കാരായിരിക്കാം, ഡാൻസ് പഠിപ്പിക്കുന്ന അങ്ങനെ എന്തെങ്കിലും കുട്ടികളുമായിട്ട് വർക്ക് ചെയ്യുക. എനിക്ക് മീൻസ് കുട്ടികളുടെ കൂടെ ഏതെങ്കിലും തരത്തിൽ വർക്ക് ചെയ്യാനുള്ള ഒരു പർപ്പസ് നിങ്ങൾക്കുണ്ട്. ചിലപ്പോൾ ജസ്റ്റ് വീട്ടിലുള്ള കുട്ടികളുടെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ ജോലിയായിട്ട് നിങ്ങൾക്ക് അങ്ങനെ കുട്ടികളുടെ കൂടെ വർക്ക് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഓക്കെ, ആൻഡ് ജസ്റ്റിസ്, ഞാൻ നേരത്തെ നമ്മൾ ജസ്റ്റിസ് കാർഡ് ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഞാൻ നിങ്ങൾ വളരെ ന്യായമായിട്ട് നിങ്ങൾ എല്ലാവരോടും ചെയ്യണം. മേ ബി നിങ്ങൾക്ക് ചിലപ്പോൾ ഓൾറെഡി നിങ്ങൾ കാണുന്നവർ പലരും എന്താ പറയുക ലോയേഴ്സ് അങ്ങനത്തെ വല്ലതും ഉണ്ടാവാം. ഓക്കെ, ജസ്റ്റിസുമായിട്ട് വർക്ക് ചെയ്യുന്ന പോലീസ് ആവാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ലീഗൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കത് നല്ലൊരു കരിയർ ആണ് എന്ന് പറഞ്ഞു. ആൻഡ് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു എവിടേക്കോ നിങ്ങളുടെ ഉള്ള ആ ഒരു, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ന്യായമായത് ചെയ്യുന്ന ഫസ്റ്റ് എൻ്റെ വാക്ക് തന്നെ അതായിരുന്നു അല്ലേ. അപ്പോൾ എവിടെയോ അത് നിങ്ങൾക്കുള്ള ഒരു ലൈഫ് പർപ്പസ് ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, മേ ബി ഇപ്പം നിങ്ങൾ ലീഗലി വർക്ക് ചെയ്യണം എന്നില്ല, അല്ലാതെ തന്നെ മേ ബി നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ അതായത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരിക. ആരോടെങ്കിലും അനീതി നടക്കുന്ന കണ്ടാൽ അവിടെ അതെങ്ങനെ എതിർക്കണം അല്ലെങ്കിൽ അവിടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് മേ ബി നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. സോഷ്യൽ വർക്കിംഗ് ആവാം, എന്തും ആവാം. ഓക്കെ, ആൻഡ് ഇവിടെ ഓക്കെ ചിലവർക്ക് ഫ്ലവേഴ്സുമായിട്ട് വർക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. ഫ്ലവേഴ്സിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, ഇഷ്ടമായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്ലവേഴ്സിൻ്റെ എന്തെങ്കിലും ഗാർഡൻ ഉണ്ടാക്കുക, ഓക്കെ, പൂക്കളുമായിട്ട് വീട്ടിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കാം. ഇതൊക്കെ നിങ്ങളുടെ ലൈഫ് പർപ്പസിൽ പെട്ടതാണ്, അതുകൊണ്ടാണ് നിങ്ങളത് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ബിക്കോസ് അവിടെ ആ കാണുന്ന നിങ്ങൾ നല്ലൊരു പൂന്തോട്ടം ഉണ്ടാക്കി വെച്ചാൽ കാണുന്നവർക്ക് കൂടി അതൊരു സന്തോഷമാണ് അല്ലേ, നിങ്ങൾക്ക് സന്തോഷമാണ്, കാണുന്നവർക്കും സന്തോഷമാണ്. സോ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഫ്ലവേഴ്സ് കൊണ്ട് എന്തോ പർപ്പസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. അതിൻ്റെ അല്ലെങ്കിൽ ഞാൻ ഐ തിങ്ക് കുറച്ച് മുമ്പ് ഇതുപോലെ ഒരു ഇത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഫ്ലവറിൻ്റെ എസൻസ് ഒക്കെ ഇല്ലേ, മേ ബി നിങ്ങൾ സോപ്പ് ഉണ്ടാക്കുക, അങ്ങനത്തെ ക്രീംസ് ഉണ്ടാക്കുക, അങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. സോ അതിലൊക്കെ നിങ്ങളുടെ ലൈഫ് പർപ്പസ് ഞാൻ എല്ലാം കണക്ട് ചെയ്ത് പറയാൻ ശ്രമിക്കുകയാണ്, വേറെ എന്തൊക്കെ വരാമെന്ന്. ഇതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ലൈഫ് പർപ്പസിൽ പെട്ടത്. എനിക്ക് മെയിൻലി ഇവിടെ നമുക്കിന്ന് 2-3 തരമാണ് കിട്ടിയത്. പക്ഷെ എവിടെയോ നിങ്ങൾക്ക് ലൈഫ് പർപ്പസ് എന്തൊക്കെയോ ഉണ്ട്, യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യം നിങ്ങൾ അവനവനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന ലെസൺസ്, അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ വേദനകളും വിഷമങ്ങളും അനുഭവിക്കുന്നത് അത് നിങ്ങളെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് നിങ്ങൾ അവനവൻ ബെറ്റർ ആയാലേ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൂടി അതുകൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ അതാണ് നിങ്ങളുടെ റീഡിങ് ഇന്നത്തെ നമ്മുടെ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.